boys and welcome to Comedy Master. Hi boys. Yes. Yeah, girl. ഒരു സുന്ദരിയായ പെൺകുട്ടി ബോയ്സ് ഹോസ്റ്റലിൽ കേറിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കിപ്പോ തോന്നുന്നത്. ആരാ പെൺകുട്ടി സുന്ദരിയായ? അത് അയാളെ മാത്രം മനസ്സിലായില്ലേ? അയാളെ മനസ്സിലാണെങ്കിൽ നിങ്ങൾ ആ സ്പെക്സ് ഊരു. മനസ്സിലായോ? ഇതെന്താന്ന് മനസ്സിലായോ? ഇല്ല. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു തായ്ലൻഡിൽ പോയത്. ഞാനില്ല ഒരുമിച്ചായിരുന്നില്ല. തായ്ലൻഡ് ഈ ഭാഷ ഒന്നും കേട്ടിട്ടില്ലല്ലോ. ഇല്ല. വരൂ വരൂ. പുള്ളി കേട്ടത് ഇതൊക്കെ പറയുമ്പോഴും നമ്മളിങ്ങനെ ജോക്സ് ഒക്കെ പറയുമ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായിട്ടുള്ളതും മുതിർന്നായിട്ടുള്ള ഒരു വ്യക്തി നമ്മളോടൊപ്പം ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോ കാണില്ലെങ്കിലും ആ കുഞ്ഞു മനുഷ്യൻ നല്ലൊരു ഹൃദയമുള്ള ഒരു മനുഷ്യൻ പക്രുചേട്ടാ. സത്യം പറയട്ടെ, അവിടെ ചെന്നിട്ട് പല കടകളിൽ ചെന്നിട്ട് പക്രുചേട്ടന്റെ പറ്റും പറഞ്ഞു പോയാ നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇരിക്കുന്നത്. ചുമ്മാ അതൊക്കെ പറഞ്ഞ് ഫേമസ് ആക്കാതെ. എന്റെ ചോദ്യം ഇന്നത്തെ എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ നെയ്ബേഴ്സിനെ അല്ലെങ്കിൽ അയൽവാസികളെ അയൽക്കൂട്ടങ്ങളെ നമുക്ക് എത്രത്തോളം അറിയാം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളായിട്ട് അത്ര കമ്പനി ആണോ അല്ലയോ? ഇത് ലോക അയൽവാസി ദിനമാണോ? സാധാരണ കാരണം അങ്ങനെയുള്ള ദിനത്തിലാണ് ഇതുപോലത്തെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അല്ല, താങ്കൾ എപ്പോഴെങ്കിലും താങ്കളുടെ അയൽവാസിക്ക് ഒരു ദ്രോഹമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും എന്താ പറയുക ബിഹേവിയർ അല്ലെങ്കിൽ സംഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? നാച്ചുറൽ ആണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. തേങ്ങ അപ്പുറത്ത് വീഴുക, തെങ്ങ് കെട്ടിയിടുക. അതില്ല. പിന്നെ പക്രുചേട്ടനെ നമുക്ക് അറിയാൻ പറ്റില്ല, ബംഗ്ലാവ് പോലത്തെ വീടിന്റെ അയൽവാസി എവിടാന്ന് ഇങ്ങനെ നോക്കേണ്ടി വരും അല്ലേ? എന്റെ അയൽവാസികൾ അവിടെ അടുത്തുള്ളവരൊക്കെ ഒരുവിധപ്പെട്ടവരൊക്കെ എനിക്കറിയാം. ഞങ്ങള് കൂടാറുണ്ട്, പിന്നെ ഓണാഘോഷ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ പണ്ട് ഞങ്ങളുടെ ഇവിടെ കിണറായിരുന്നു. അപ്പം ഡയറക്റ്റ് ആയിട്ട് കിണറിൽ നിന്ന് വെള്ളം കോരി കുളിക്കുമായിരുന്നു. രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തുകൊണ്ട് പെട്ടെന്ന് അവസാനം അയൽവാസിക്കാരെല്ലാം കൂടെ എനിക്ക് കുളിമുറി കെട്ടി തന്നു. പ്രായമായ സ്ത്രീകളുടെ അപ്പന്മാര്. നമ്മുടെ അയൽവക്കക്കാരെ കാര്യം പറഞ്ഞാലേ, ഞങ്ങള് നിലമ്പതിഞ്ഞു മോൾ എന്ന് പറഞ്ഞ കാക്കനാട് നിലമ്പതിഞ്ഞു മുകൾ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നേക്ക. ഞങ്ങൾ ജനിച്ചു വളർന്നപ്പോ മുതല് ഭയങ്കര മതസൗഹാർദ്ദത്തിലാണ് ഞങ്ങള് ജീവിച്ചത് മൊത്തം. അതായത് ഇപ്പൊ അവിടെ നമുക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരിക, ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അവിടുത്തെ അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ ഡാൻസ് ചെയ്ത് പോവുക. അങ്ങനെ ഒരു സംസ്കാരം പഠിപ്പിച്ചത് ഈ അയൽവക്കക്കാരാണ്. അതാണ് എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ അയൽവക്കം. എൻ്റെ അവിടെ ഈ പറയുന്ന പോലെ ചുറ്റുവട്ടം നോക്കുമ്പം അടുത്ത IAS ഓഫീസർ, സാറ്, ഡോക്ടർ, അഡ്വക്കേറ്റ്സ് അറിയില്ല, ഡോക്ടർ, സയന്റിസ്റ്റ് നടുക്കാണ് ഞാൻ. എന്നാൽ ലിങ്ക് ഓഫ് ദി ലിങ്ക് ഞാൻ പറയട്ടെ. രണ്ട് നെയ്ബേഴ്സ്, അവരുടെ ഒരു കഥ നമുക്ക് ഇവിടെ കണ്ടാലോ? ഓക്കെ, കാണാം. എടി ഒന്ന് അഴിച്ചു വിടണേ പ്ലീസ്. എടി എന്റെ പെണ്ണുമ്പളെ കാണാൻ കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതം അധോഗതിയാടി. പ്ലീസ് ഇന്ന് നിന്റെ വിധിയാടാ. എടാ അവളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്, അവൾ ഇപ്പൊ ഇങ്ങോട്ട് വരും. രജനി ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. എടാ നിന്റെ തോന്നിയ ദിവസം അവളും കൂടെ അറിയട്ടടാ. എടി അവൾ അറിഞ്ഞ എന്നെ കൊല്ലുപടി. രജനി എന്നെ ഒന്ന് അഴിച്ചു വിടണേ. സുഗുണൻ ചേട്ടാ, ഓ സുഗുണൻ ചേട്ടാ, ചേട്ടൻ ഇവിടെ വന്നിരിക്കുവായിരുന്നു. ചേട്ടൻ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ വെയിൽ കൊള്ളാൻ വന്നാണ്. അല്ല നമ്മുടെ വീട്ടിൽ വെയിലില്ലേ, പിന്നെ ഇവിടെ വരുന്നേ? നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് അങ്ങനെ വെയിൽ കറക്റ്റ് ആയിട്ട് വീഴുന്നില്ല. കാരണം ഒരുപാട് മരത്തിന്റെ ഈ ഇലച്ചിലൊക്കെ ഉള്ള കാരണം ശരിക്കും നിഴലാണ് അവിടെ. രജനിയുടെ വീടിന്റെ മുറ്റത്ത് നല്ല വെയിലല്ലേ, നീ നോക്കിയേ. അല്ല ഈ രാവിലത്തെ വെയിൽ കൊണ്ടാലേ വൈറ്റമിൻ സിയുടെ കുറവുണ്ടെങ്കിൽ അത് മാറി കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അതൊക്കെ ശരി, പക്ഷെ ചേട്ടന്റെ കൈ എന്തിയെ? എന്റെ കൈ ഇരിക്കുന്നത് എന്റെ തോളയിൽ നിന്ന് തപ്പോട്ട് കിടക്കുന്ന കൈയല്ലേ? അല്ല, ചേട്ടന്റെ കൈ കാണുന്നില്ലല്ലോ. എന്റെ കൈയല്ലേ ഇത്? ചേട്ടൻ എന്നാ കൈ ഉണ്ടെങ്കിൽ ആ കൈ എടുത്ത് എനിക്ക് ടാറ്റ തന്നേ. നീ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്? ഇങ്ങോട്ട് വരുന്നവർക്ക് ആരെങ്കിലും ടാറ്റ കൊടുക്കോ? അങ്ങോട്ട് പോകുന്നവർക്കല്ലേ നമ്മൾ ടാറ്റ കൊടുക്കത്തുള്ളൂ. നീ എന്റെ നിന്ന് പോകാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടന്റെ കൈ എന്തിയെ? എന്റെ കൈയല്ലേ എന്റെ പുറയിലുള്ളത്. ചേട്ടന്റെ കൈ എന്തിയെ? എഴുന്നേറ്റ് എഴുന്നേറ്റ് എഴുന്നേറ്റ്. കൈ ആരെയും പിടിച്ച് കെട്ടിയിട്ടേ. ചേട്ടൻ ആരെ കെട്ടിയിട്ടേ? എന്നെ ആരും കെട്ടിയിട്ടേലടി. ഇതൊരു മാജിക്കാണ്, റോപ്പ് എസ്കേപ്പ് എന്ന് പറയുന്നത്. അല്ലിപ്പോ ശശി ഇല്ലാത്ത സമയത്ത് ഈ രജനിയുടെ വീട്ടിൽ വന്ന് എന്ത് മാജിക്കാ കാണിച്ചു ചേട്ടൻ? അല്ല മാജിക്കല്ല, സത്യം ഞാൻ പറയട്ടെ. ഞാൻ രാവിലെ വെയിൽ കൊള്ളാൻ ഇവിടെ വന്ന് അപ്പൊ രജനി ഇവിടെ വന്നപ്പോ ശശി ഇല്ല, രജനി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വെയിൽ കൊണ്ടിട്ട് ഞാൻ എന്നാ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരാൻ തുടങ്ങുമ്പോ ഈ രജനി പറയാണ്, എന്താ ഇത്ര ധൃതി, കുറച്ചു നേരം നമുക്ക് സംസാരിച്ചിരുന്നു കൂടെ എന്ന്. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, സുധ അവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പോട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവളെന്നെ കേറി അട്ടക്കട്ട ഒരു പിടി. എന്നെ കയറി പിടിച്ച കൈ പുറകോട്ട് കെട്ടിട്ട് അവിടെ ഇരിക്കും, സംസാരിച്ചിട്ട് പോയാ മതി എന്ന്. ഒന്നും രണ്ടും പറഞ്ഞിരിക്കാൻ വേണ്ടി തമാശ പറഞ്ഞു. വിശ്വസിക്കണം. സംഭവം എന്താ എനിക്ക് പറയണം. രജനി എന്ത് ചെയ്യുന്നിട്ട്? രജനി അകത്ത് വെള്ളം തിളപ്പിക്കുകയാണ്, ചായ ഇടാനോ മറ്റോ ആയിരിക്കും. രജനിയെ
രജനിയെ ആടാ നിനക്ക് വേണ്ടിട്ട് ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചോണ്ടിരിക്കുക. നിന്നെ ഇതിലിട്ട് പുഴുങ്ങിയിട്ട് ഞാൻ നിന്റെ പപ്പും പൂടേം പറിക്കും. നോക്കിക്കോ. ചേട്ടാ ഇതെന്താ പറയുന്ന പപ്പും പുടയും പറിക്കുമെന്നൊക്കെ? പപ്പും കൂടെ എനിക്ക് വേണ്ടി പപ്പും കൂടെ അവൾ ഇന്ന് രാവിലെ ഒരു താറാവിനെ മേടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അതിന്റെ പപ്പും കൂടെയും വേണ്ടി താറാവിനുള്ള പപ്പും പൂടയായിരുന്നു. ഇവിടെ താറാവല്ലടി, നല്ല മുറ്റേന നാടൻ കോഴി. പറയാ അങ്ങോട്ട്. അല്ല ചേട്ടാ നാടൻ കോഴിയാന്ന് അവള് പറയുന്നേ. മുറ്റി ഇറച്ചിയാണെങ്കിൽ ഈ പൂട പറഞ്ഞു വരാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ തിളച്ച വെള്ളത്തിൽ മുക്കിട്ടെടുക്കാമെങ്കിൽ ഒന്നും പറഞ്ഞാൽ പൂട ഇഞ്ഞു പോരും. എടി സുധേ, എനിക്ക് ഇത്തിരി മര്യാദ ഉള്ളതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി. അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടിയാനെ. നാട്ടുകാരൊക്കെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടുന്നത്? എന്റെ പ്രഷർ നിങ്ങൾ കേട്ടരുത് കേട്ടോ. നിങ്ങൾ ഉള്ള കാര്യം എന്താന്ന് വെച്ചാ പറ. എടി എന്റെ ചേട്ടനെ കെട്ടിയതാരാ? നിന്നെ കെട്ടിയതാരാ? എന്നെ കെട്ടിയത് ചേട്ടൻ. ചേട്ടനെ കെട്ടിയതാരാ? രജനി. അയ്യോ അയ്യോ അയ്യോ, ചേട്ടൻ എന്താ ഇപ്പൊ പറഞ്ഞേ? ചേട്ടനെ കെട്ടിയാരാ? രജനി. അയ്യോ, അപ്പൊ എന്നെ കെട്ടിയാരാ? നിന്നെ കിട്ടിയത് ഞാനല്ലേ? ചേട്ടനെ കെട്ടിയതാരാ? രജനി. എന്റെ ദൈവമേ, നിങ്ങൾ എന്റെ രണ്ട് പിള്ളേരെ എന്നെ അനാഥരാക്കിയല്ലോ. എടി എന്തൊക്കെ എടി പറയുന്നത്? എടി നീ എന്തിനാടി എന്റെ ചേട്ടനെ കെട്ടിയത്? എന്തിനാടി? എടി 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 സുധേ, നിന്റെ ഈ കെട്ടിയോന്റെ കൈ കെട്ടിയത് ഞാനാണെന്നാ പറഞ്ഞത്. എന്തിനാന്നറിയോ? ഇങ്ങനെ പോക്കർത്തരം കാണിച്ചിട്ട്. ചേട്ടൻ പോക്കർത്തരം കാണിച്ചോ? ഞാനൊരു പോക്കർത്തരം കാണിച്ചത് എടി എന്റെ ചേട്ടൻ ഒരു പോക്കർത്തരം കാണിച്ചിട്ടില്ല. ഒരു പോക്കർത്തരം കാണിച്ചില്ല അല്ലേ? ഇല്ല. കാണിച്ചില്ലല്ലേ നിങ്ങള്? ഇല്ല. എടി ഞാൻ കുളിമുറി കുളിച്ചോണ്ടിരിക്കുക. ബെഡ്റൂമിൽ കുളിക്കാൻ പറ്റുമോ നിനക്ക്? പറയുന്നതിന്റെ ഇടയിൽ കയറി പറയരുത്. ഞാൻ വെന്റിലേഷൻ വഴി നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു ഷൂ ഷൂ എന്നൊരു ശബ്ദം. ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയോൻ സുഗുണൻ. നീ മാറ്. റെഡി ചേട്ടാ, നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ കൂടെ ഷൂഷു വെച്ചോ? ഞാൻ ഷൂഷു വെച്ചിട്ടില്ല. നീ ശരിക്കും ഓർത്ത് നോക്ക്. ഷൂഷു ആയിരുന്നോ ഷൂ ആയിരുന്നോ? ഷൂ ഷൂ എന്ന് തന്നെയായിരുന്നു. ഷൂഷു. ചേട്ടാ സത്യം പറ, നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ? സുധേ, രജനിയുടെ പേര് എനിക്ക് അറിയാമോ? അറിയാം. രജനി അറിയാൻ വയ്യാത്തവരല്ലേ ഷൂഷു എന്ന് വെക്കണ്ടു? സത്യം. എനിക്ക് രജനെ അറിയാം. അതുകൊണ്ട് ഞാൻ എന്തിനു ഷൂഷു വെക്കണം? എടി നിന്റെ പേര് എന്റെ ചേട്ടൻ അറിയാം, പിന്നെ എന്തിനാ ചേട്ടൻ ഷൂഷു വെക്കണം? എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്റെ കുളിമുറി വന്ന് ഷൂ ഷൂ എന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ആഹാ, ശരിയാണോ തെറ്റാണോ എന്ന് നീ കാണിച്ച ശരിയാണോ? എന്ത്? ഞാൻ വെന്റിലേഷനിൽ കൂടെ നോക്കിയപ്പം നീ കുളിക്കാൻ കയറി വന്നത് ശരിയാണോ? അത് ശരിയാണോ? ചോയിലടി. എന്റെ ചേട്ടൻ വെന്റിലേഷനിൽ കൂടെ നോക്കുന്ന സമയത്ത് മാത്രം നിനക്ക് കുളിക്കാൻ സമയമുള്ള എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും. ആരടി ചോദിക്കാൻ? അതിന്റെ ആയം അവിടെ ബാത്റൂം അല്ലേ, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം. ചേട്ടൻ ഞാനൊരു കാര്യം പറയാം, ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും. ഒന്നുമില്ലടി. ഒന്നുമില്ലെന്ന് അപ്പോൾ നിങ്ങളെ കണ്ട് അയ്യോ ഞാൻ എവിടെയെങ്കിലും പോയി ചാവും. അയ്യോ, ഹലോ, ഓവറാക്ഷൻ. ഞാൻ പറഞ്ഞത് നീ ഒന്ന് മനസ്സിലാക്ക്. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. അല്ല ചേട്ടൻ ഇപ്പൊ എന്തിനാ അവിടെ വെന്റിലേഷനിൽ പോയത്? എന്തിനായിരുന്നു? നിനക്ക് ചമ്മന്തി തേങ്ങ അരച്ച് കൂട്ടിയാലേ നിനക്ക് ഇറങ്ങും. അപ്പൊ ഇവിടെ ബാത്റൂമിന്റെ പുറകെ നമ്മുടെ തെങ്ങയിൽ എത്ര തേങ്ങ ഉണ്ടായിരുന്നു? 4 തേങ്ങ. അതിൽ 2 എണ്ണം ഇവിടെ. 2 എണ്ണം കാണുന്നില്ല. അപ്പൊ ഇവിടെ ബാത്റൂമിന്റെ മേൽക്കൂരയില്ലാതെ 2 തേങ്ങ അതിനകത്ത് വീഴുന്നത് ഞാൻ കണ്ടു. അത് നോക്കാൻ ഞാൻ ചെന്നതാണ്. എന്നിട്ട് കണ്ടോ? ഞാൻ ഒരു തേങ്ങ കണ്ടില്ല. എടി എന്റെ ചേട്ടൻ ഒരു തേങ്ങയും കണ്ടില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയാം. ഇതിപ്പോ ഇരു ചെവി അറിയാതെ ഇതെങ്ങനെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം. അങ്ങനെയൊന്നും ഒതുക്കി തീർക്കാൻ പറ്റത്തൊന്നുമില്ല. കലക്കാൻ എന്തോ ഗർഭമാണോ ഇവിടെ? എന്റെ കെട്ടിയോനെ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അങ്ങേര്. ശശിയല്ലേ? അപ്പൊ അല്ല, നീ ശശിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതല്ലാന്നാണ് നീ പറഞ്ഞു വരുന്നത്. അവിടെ കിടക്കുന്ന കുഴപ്പം ഇപ്പൊ കഥ നല്ല സംശയം ഉണ്ടായിരുന്നു കേട്ടാ. നിർത്തിക്കോ. എന്റെ കെട്ടിയോൻ ശശിയേട്ടൻ തന്നെയാണ്. പക്ഷെ നിങ്ങളൊക്കെ കാണുമ്പോ ശശിയേട്ടൻ വെറും പാവമാണ്. പക്ഷെ അല്ല, പുലിയാണ് പുലി. അങ്ങനെ വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള സ്വഭാവമാണ്. എന്നാ നിന്റെ ശശിയോട് പറയണം എന്റെ വീട്ടിൽ വന്നൊരു വെട്ട് വെട്ടാൻ. എന്തിന്? ഞങ്ങൾക്ക് ഒരു മുറിയേ ഉള്ളൂ. എത്ര നാളായി ഈ ഒരു മുറി ചുണ്ടുകൂടി കിടക്കുന്നത്? ഇപ്പൊ വന്നൊരു വെട്ട് വെട്ടിയാൽ 2 മുറിയാകുമല്ലോ. എന്റെ ചേട്ടന്റെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരും, എന്നിട്ട് ഫേസ്ബുക്കിൽ ലൈവ് പോകും. കാര്യം എന്താണ്? നിന്റെ സ്വഭാവം ശശിയേട്ടൻ വന്നു. ശശിയേട്ടാ, ഇവിടെ ഉണ്ട് ശശിയേട്ടാ, ഇങ്ങോട്ട് തിരി. നിനക്കെന്താ വിരയുടെ അസുഖമാണോ? സംസാരിക്കരുത്. എന്താ ഇത് നാട് മൊത്തം അറിയണം. ഈ നാട്ടിൽ
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് രജനി. ശശി ഞാൻ കാല് പിടിക്കാം, ഒരു കൈ അബദ്ധം പറ്റിപ്പോയതാണ്. ഒന്ന് പറ, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചാണ്. ഒന്നും പറയണ്ട, കൺഫ്യൂഷൻ എല്ലാം ഞാൻ മാറ്റി തരാം. ഫോട്ടോ എടുക്കണം. എന്തിന് ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് ഇടണം. അയ്യോ, ഫോട്ടോ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്. കോളേജിലൊക്കെ അയ്യോ, ഫോട്ടോ പഠിക്കുന്നത്. എടുക്കരുത്. പ്ലീസ് ഒന്നും പറയണ്ട, വാ 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 വാ. പ്ലീസ്. വന്നേ വന്നേ. അയ്യോ, ഞാൻ നാറ്റിക്കരുത്. ആൾക്കാർ കാണാൻ മുഖം കാണണ്ടേ? നാറ്റിക്കരുത്, പ്ലീസ്. തോർത്ത് മാറ്റി, ശശി ചേട്ടാ. അപ്പൊ ശശിയണ്ണ അങ്ങനെ പറയല്ലണ്ണ. കണക്ക് തീർത്തിട്ട് പോയാൽ മതി മാഷേ, കണക്ക് തീർത്തിട്ട് പോയാൽ മതി. അതെ അതെ കറക്റ്റ്. ആ കണക്ക് പറ. എത്ര തേങ്ങ നിങ്ങളുടെ മിസ്സായ? എത്ര തേങ്ങ? ഞങ്ങളുടെ 2 തേങ്ങ. 2 തേങ്ങ. 2 തേങ്ങയല്ലേ? അത് ഞാനങ്ങോട്ട് തരും. നീ ഞാൻ ഈ തേങ്ങ കൊടുക്കുമ്പോ ഇത് ഫോട്ടോ എടുത്ത് തന്നെ. അങ്ങനെയല്ലല്ലോ. എടി ഞാൻ പറഞ്ഞു തരാം, നീ ഒന്ന് സമാധാനപ്പെട്. ദേ, ഈ ഫോട്ടോ ഞാൻ ഇത് ഞാൻ കൊണ്ട് കൊടുക്കുന്നു, ഈ തേങ്ങ കൊണ്ട് കൊടുക്കുന്നു. പിടിച്ചേ, എടുക്ക്. എടുത്ത്. ആ എന്നിട്ട് തേങ്ങ കൊടുക്കണ എന്തറിയാം? അയൽവാസിയായ ദരിദ്രനായ മനുഷ്യനെ മാന്യനായ ഞാൻ സഹായിച്ചു. നിങ്ങൾ എന്തൊക്കെയാ ശശി ചേട്ടാ ഈ കാണിക്കുന്നത്? എന്തടി ഇയാള് നമ്മുടെ കുളിമുറിയുടെ വെന്റിലേഷൻ അവിടെ ഒന്ന് ഷൂ എന്ന് പറഞ്ഞ് എന്നെ ഒളിഞ്ഞു നോക്കി. നീ കുളിച്ചോണ്ടിരുന്നപ്പോ ശശി ഒളിഞ്ഞു നോക്കിയോ? അപ്പൊ തേങ്ങ എടുക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് തേങ്ങ എടുക്കാന്നുള്ള വ്യാജന വന്നിട്ടാ ഒളിഞ്ഞു നോക്കിയത്. അല്ലല്ല, തേങ്ങ എടുക്കാൻ വന്നാണ്. ശശി! ശശി ശശി! ശശി! എടാ ശശി, നിനക്ക് ഭ്രാന്തായോ? നീയാണ് ശശി. അപ്പൊ ഞാനാണ് നിന്നെ പിടിക്കേണ്ടത്. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് നിന്റെ പ്രശ്നം? സമാധാനം. തേങ്ങ എടുക്കാൻ വന്നു എന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ. ഇടിയൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഞാൻ നല്ല കറക്റ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫേസ്ബുക്കിലോട്ട് എടുത്തിടാം. ഇത് ഫേസ്ബുക്ക് ഇടാൻ പറ്റത്തില്ല. എന്താന്ന്? എടി ഇത് ഫേസ്ബുക്ക് ഇട്ടാ നമ്മുടെ കുളിമുറിക്ക് മേൽക്കൂറിയല്ലെന്ന് ജനം മൊത്തം അറിയത്തില്ലേ? ഇപ്പൊ ഈ ഒരു ഞരമ്പനെ മാത്രം സഹിച്ചാൽ മതി. ഇത് ഫേസ്ബുക്ക് ഇട്ടാ ഈ നാട്ടിലെ ഞരമ്പന്മാര് മൊത്തം കൂടെ നമ്മുടെ വെന്റിലേഷനിൽ വന്ന് ഞാൻ കിടക്കും. അയ്യേ, എന്തൊരു വൃത്തികേടൊക്കെയാണ് ഇവർ ഈ പറയുന്നത്. ഇനി ഇവിടെ നിന്നാ ഞാൻ പിഴച്ചു പോകും. നീ ആ കൊലയിട്. വാങ്ങിട്ട് നാദിർദിർദോം തനനനോം കദരദാനി നാദിർദിർദോം തനനനോം കദരദാനി നാദിർദിർദോം തനനനോം കദരദാനി നാദിർദിർദോം തനനനോം കദരദാനി നാദിർദിർദോം. എന്റെ ദൈവം തമ്പുരാനെ, ലോകത്തുള്ള എല്ലാ സംഗീതജ്ഞന്മാരുടെ കാലെ പിടിച്ച് ഞാൻ ആദ്യമേ തന്നെ മാപ്പ് പറയാം. വേറെ നിവർത്തിയില്ല, പെട്ടുപോയി. പട്ടിണിയാന്നേ. എന്തോരം പിള്ളേര് സംഗീതം പഠിച്ചോണ്ടിരുന്ന സ്കൂളായത്. ഇപ്പൊ ഒരു ഒറ്റ ഒരെണ്ണമില്ല. എന്തായാലും സാധകം മുടക്കണ്ട, സാധകം ചെയ്യാം. ആശം പിടിച്ച പാട്ടി. ഞാൻ എപ്പോ ഹാർമോണിയം എടുത്തിട്ട് എഴുതാൻ ഈ പട്ടി അങ്ങ് തുടങ്ങുവാങ്ങ്. അതെങ്ങനെ? എന്റെ പേരല്ലേ പട്ടി കിട്ടേക്കുന്നത്. പട്ടിയെ വിളിച്ച പട്ടിയും കുരയ്ക്കും, എന്നെ വിളിച്ച ഞാനും കുരയ്ക്കും. പട്ടി ഓടുന്നു. തല്ലി അങ്ങ് കൊല്ലാന്. എനിക്ക് ഉണ്ടെങ്കിൽ എന്തു ഞാൻ അവനെ വിളിക്കും. പൊന്നെന്നോ പൊരുളെന്നോ തങ്കക്കൂടമെന്നോ. തൊണ്ട പൊട്ടി ചത്തിട്ട്. എടി കൊല്ലത് കട്ടൻ ചായ കൊണ്ടുപാടിയായി. ഞാൻ സാധനം ചെയ്യുന്ന കണ്ടില്ലേ? എന്തിനാ നിങ്ങൾ രാവിലെ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കുന്നത്? എടി ഞാൻ ട്യൂൺ ചെയ്യുവാന്ന്. ഒരു പ്രാവശ്യം ട്യൂൺ ചെയ്ത ഞാനിപ്പോ ഇതിനകത്തിരിക്കുന്നത്. നീ പഴയ കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. ഞാൻ നിന്നെ ട്യൂൺ ചെയ്ത കാര്യമല്ല പറയുന്നത്. ഞാൻ ഹാർമോണിയം ട്യൂൺ ചെയ്യുവാന്ന്. ഓ, ഇനി അതിനെ കൂടെ ട്യൂൺ ചെയ്യാനുള്ളൂ. നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എടി 100 പിള്ളേർ പഠിച്ചോണ്ടിരുന്ന സംഗീത സ്കൂളായത്. എത്ര? അപ്പൊ 50. എങ്ങനെ? എടി ഈ പഞ്ചായത്തിൽ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനാണ് ഞാൻ. മാമ്പറ്റ അപ്പുമാഷ്. നിങ്ങൾ മാമ്പറ്റ അപ്പുമാഷ്. മാമ്പറ്റ അപ്പുമാശല്ല, ചിതൽ പുറ്റി പിടിച്ച അപ്പുമാശ്. ഇരുന്നിരുന്ന് ചിതൽ പുറ്റി പിടിച്ച്. പൊടി പൊടി പൊടി. നീ എണിച്ച് പോയേ. നീ പോയി അടുക്കള പോയി. ജീവിതം തോലഞ്ഞ എന്റെ ജീവിതം. ജീവിതം നാശം പിടിച്ച ഈ പട്ടി. ഒരു കല്ലുമില്ല. ഹാർമോണിയത്തിന്റെ കട്ട എന്നെ ചെറിയ സായിരിക്കട്ടെ. ഹാർമോണിയത്തിന്റെ കട്ടയും പിടിച്ച് കടിച്ചു പിടിച്ചോണ്ട് ഇപ്പൊ ടൂണി കരയുവാ. മര്യാദക്ക് ഈ പട്ടി ഇവിടുത്തെ കൊണ്ട് കളഞ്ഞോണം. പട്ടിയെ ഞാൻ കൊണ്ട് കളയാനായിട്ട്. ഈ പട്ടി കാരണം എനിക്ക് ഇവിടെ പാടാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല എന്റെ പേരാണ്. അല്ലെങ്കിൽ ആ പട്ടിയുടെ പേര് മാറ്റിയിടാം. എങ്ങനെ? ആ പട്ടിയുടെ പേര് മാറ്റിയിടാൻ. എന്നാ നീ പട്ടിക്കൊരു പേര് പറ. ഞാൻ പട്ടിക്ക് പേരിട്ടാ നീ ആ പേരിടൂ. ആ പേരിടാം. ഉറപ്പാണോ? പിന്നെ കേട്ടോണേ.
റോക്കി ബായ് അനക്കൂലല്ലോ അനങ്ങത്തില്ല. ഇനിയിപ്പോ കണ്ടോളാം. അപ്പു എന്താ എടാ പട്ടി നിന്നെ എന്നെ വിളിച്ച ആ പട്ടിയാ ഞാൻ വിളിച്ചത്. ഇതാണ് പ്രശ്നം. ഇത് കണ്ടാ അപ്പു എന്ന് വിളിച്ചപ്പോ അവന്റെ വാല് കറങ്ങുന്നുണ്ടോ, ഫാൻ കറങ്ങുന്ന പോലെ കറങ്ങുന്ന കണ്ടോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞ പട്ടിയുടെ പേര് മാറ്റിയ പട്ടിക്ക് മനസ്സിലാകത്തില്ല. നിന്റെ പേര് മാറ്റി നിനക്ക് മനസ്സിലാകുമല്ലോ. നീ മര്യാദക്ക് പട്ടിയുടെ പേര് മാറ്റാനാ പറഞ്ഞത്. പട്ടിയുടെ പേര് മാറ്റുന്ന പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് പോകും. ഞാൻ നിയമപരമായിട്ട് പൊക്കോ. കാണാം. അപ്പു ഇപ്പഴാ വിളിച്ചതാണോ? അയ്യോ നിന്റെ പൊന്ന്. മാഷേ നമസ്കാരം മാഷേ. നമസ്കാരം മാഷേ, ഞാൻ അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ സംഗീത പരിപാടിയിലേക്ക്. അയ്യോ എനിക്ക് ഒട്ടും പറ്റൂല. ഞാൻ ഭയങ്കര ബിസിയാണ്. പ്രത്യേകിച്ച് ഈ ജഡ്ജസ് ആയിട്ടൊക്കെ വന്നിരിക്കുന്നതന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അതല്ലേ മാഷേ, ആ സംഗീത പരിപാടിയിലേക്ക് പാട്ടിന് പങ്കെടുക്കാൻ വേണ്ടി ഓഡീഷൻ മാഷിന്റെ അടുത്ത് പാട്ട് പഠിക്കാൻ വേണ്ടി വന്നതാ. എന്താ മാഷേ? അല്ല സന്തോഷം കൊണ്ടാ പാട്ട് പഠിക്കാൻ വേണ്ടി വന്നാണോ? ആ പാട്ട് പഠിക്കാൻ വന്നതാ. അവര് വേറെ കാര്യമുണ്ട്. ഈ പാട്ട് പഠിക്കുന്നതിന് മുമ്പ് ഒരു സംഭവമുണ്ട്. ദക്ഷിണേന്ത്യ അതിപ്പോ കേരളം, തമിഴ്നാട്, കർണാടക അതൊക്കെ അല്ലേ ദക്ഷിണേന്ത്യ? ഞാൻ അതല്ല പറഞ്ഞേ. ദക്ഷിണ വെക്കത്തില്ലേ, ദക്ഷിണ ഈ പാക്കും വെറ്റിലെ അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ. അല്ല ഈ പാക്കും വെറ്റിലേക്കും ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ട്. അയ്യോ പോകല, അതും മറന്നുപോയി മാഷേ, സോറി. എന്റെ പെങ്കൊച്ച അതിനിടയ്ക്ക് വല്ല പൈസ വല്ലതും വെക്കാൻ. അത് ഞാൻ 1 രൂപ പോയി കൊണ്ടുവന്നിട്ടുണ്ടാ. ഒരു കാര്യം ചെയ്യും, 25 രൂപ കൊണ്ടുവന്ന് 5 സെന്റ് വസ്തുവും മേടിച്ചിട്ട് 50 പൈസ കൊണ്ടുവന്ന് ബാങ്കിൽ വിടാം. ഞാൻ ദൂർത്തടിച്ചാലോ? കാലോട്ട് എഴുതില്ല മാഷേ. കാല് തൊട്ട് വിടൂ. ഇരിക്ക തുടങ്ങാം. സംഗീതം എന്ന് പറഞ്ഞാൽ അനന്ത സാഗരമാണ്. പകച്ചു നിൽക്കുന്ന ആൾക്കാരാണ് നമ്മള്. അന്ന് കേട്ട് നല്ലോണം പഠിക്കണം കേട്ടോ. തുടങ്ങാം. ആശം പിടിക്ക പട്ടി. അല്ല ഈ ഹാർമോണിയത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അതിന് ഇളകുന്നതാ. അത് കാര്യമാക്കണ്ട. അരിയോ? ശ്രദ്ധിച്ച് പാടും മോളെ കേട്ടോ. കുട്ടി രണ്ടിടത്ത് പോയി കേട്ടോ. രണ്ടിടത്തല്ല മാഷെ, ഞാൻ 3 പോയിട്ടുണ്ടായിരുന്നു. ആദ്യം തോപ്പുംപടിയിൽ ഒരു മാഷിന്റെ അടുത്ത് സംഗീതം പഠിക്കാൻ പോയി. അപ്പൊ അച്ഛന്റെ 2 സെന്റ് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഫോട്ടോച്ചി പോയി. അപ്പൊ അച്ഛന്റെ 3 സെന്റ് പോയി. പിന്നെ അരിക്കുറ്റി പോയി. അപ്പൊ അച്ഛന്റെ 10 സെന്റ് പോയി. ഇതൊരു അച്ഛനൊരു പാഠം പഠിച്ചു. മാഷെ, എനിക്ക് ആ മറ്റേ സർഗത്തിലെ പാട്ടില്ലേ, ഗോക്കളമേച്ച്, ആ പാട്ട് പഠിച്ചു. ഉഗ്രം പാട്ടാ. അത് ഫസ്റ്റ് കിട്ടാൻ സാധ്യതയുള്ള പാട്ടാ. അത് മതി. ഇച്ചിരി ടഫ് എന്ന് പറഞ്ഞാൽ ഗോക്കള ആ ഭാഗമാണ്. ശ്രദ്ധിച്ച് കേട്ടണം. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും. അങ്ങനെയല്ല, ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും. അല്ലല്ല, ഗോക്കളെ മേച്ചും. ഗോക്കള ഏത് മാച്ചാ കളിച്ചേ? ഗോക്കള ഏത് മാച്ചാ കളിച്ചേ? IPL. പറഞ്ഞവിടുന്ന് ഇന്നത്തെ സമയം ശരിയല്ല. നമുക്ക് വേറെ ദിവസം പഠിച്ചാൽ. ഇന്നത്തെ മൂടി ശരിയല്ല. അതുകൊണ്ടാ പറഞ്ഞു മനസ്സിലായ. ഇവന്റെ പട്ടി കാരണം ഇവന്റെ പട്ടി ചത്തേച്ച് ഞാൻ പാട്ട് പഠിപ്പിക്കണേ നല്ലത് കേട്ടോ. ഹലോ, പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. എവിടുന്നാ വരുന്നേ? മുണ്ടൂര്. അയ്യോ, മുണ്ടൂര് ഇവിടെ നിൽക്കല്ലേ? എല്ലാം പട്ടി കടിച്ചു പറിച്ചോട്ടു. മുണ്ടൂരാണെന്ന് പാലക്കാട് മുണ്ടൂർ എന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോഗ്രാം? നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം വെറൈറ്റി പരിപാടിയാണ്. വലിയൊരു ഗോളം, അതിന് ചുറ്റും തീ, എന്നിട്ട് അതിനകത്തോട് ഡൈവ് ചെയ്യും. ഫസ്റ്റ് പാട്ട് പരതത്തിലെ രാമകഥ. അതൊക്കെ എടുക്കും. പിന്നെ വേറെ പിന്നെ നമ്മൾ 7 കപ്പ് അങ്ങോട്ട് കമത്തി വെക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കപ്പിന്റെ ഇടയിൽ ഒരു ബോൾ വെക്കും. എന്നിട്ട് ഈ കപ്പിന്റെ ഇരിക്കുന്ന ബോൾ ഏതാന്ന് കൃത്യമായിട്ട് മണത്ത് കണ്ടുപിടിക്കും ഞങ്ങളുടെ അപ്പു. പാട്ട് പാടിയല്ലേ? പാട്ട് പാടുകയല്ല, പിന്നെ ഒരയ്ക്കും. ഒരക്കോ? അപ്പു മാഷോ? അപ്പുമാഷ് പാട്ട് പാടുക മാത്രമല്ല, പാട്ട് പാടുകയും ചെയ്യും, ഓടുകയും ചെയ്യും. നിങ്ങൾ എന്നെ ഉദ്ദേശിക്കുന്നത് എന്നാ? ഞാൻ വന്നതെന്ന് വെച്ചാ അപ്പുമാഷിന്റെ കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നതാ. എല്ലാവരും കൂടെ തീരുമാനം എടുത്തു അപ്പുമാഷിന്റെ കച്ചേരി വെക്കണമെന്ന്. കാരണം ഇരുത്തം വന്നൊരു കലാകാരനല്ലേ? കറക്റ്റ് കാര്യാ. 4 വർഷമായിട്ട് ഒരേ ഇരിപ്പാ, എങ്ങും പോകുന്നില്ല. നിങ്ങൾക്ക് തലപ്രാന്തുണ്ടോ? എവിടെ പരിപാടി? എവിടാ? പാലക്കാടല്ലേ? പാലക്കാട്. എന്നാത്തിന്റെ പരിപാടിയാ? ഫ്ലവർ ഷോ. അപ്പൊ പൂക്കൾ വെച്ചായിരിക്കും ഏറ് കിട്ടുന്നല്ലേ? പൂ മാത്രമല്ല, പിന്നെ പൂവിന്റെ ഒരു ചട്ടി ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ആ മിച്ചം വരുന്ന പൂക്കളെല്ലാം കൂടെ കൊണ്ട് നിങ്ങൾ റീത്ത് ഉണ്ടാക്കണം. എന്നിട്ട് ടൗൺ ഹാൾ ബുക്ക് ചെയ്യണം. ഞങ്ങൾക്ക് ഹാളുണ്ടല്ലോ. അങ്ങനല്ല, ഇങ്ങേറെ കച്ചേരി പൊളിയും. കലാകാരനല്ലേ, ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ പൂവിന്റെ ചെലവ്, കച്ചേരി ബുക്ക് ചെയ്യുന്ന ചെലവ്, പിന്നെ പുള്ളിനെ കൊണ്ടുപോകാനുള്ള വണ്ടി വിളിക്കണം, പിന്നെ ഹാള് ബുക്ക് ചെയ്യണം. മൊത്തത്തിൽ ചെലവ്, ഭയങ്കര ചെലവാകും. ഒരു കാര്യം ചെയ്യും, എന്റെ അപ്പുവിന്റെ ഡോഗ് ഷോ വെക്ക്.
പ്രോഗ്രാം ഉണ്ടോ? പ്രോഗ്രാം ഉണ്ടോന്നോ? ഈ മാസം ഇച്ചിരി കുറവാ. കന്നിമാസമായി കഴിഞ്ഞാൽ പരിപാടിയോടുകൂടി പരിപാടിയാ. വിളിച്ചാ കിട്ടത്തില്ല. ഇഷ്ടം പോലെ പരിപാടിയാ. അപ്പൊ നിങ്ങളുടെ പട്ടിയുടെ പ്രോഗ്രാമിന്റെ ബുക്ക് ഓക്കെ. അപ്പൊ നമുക്ക് ചെറിയൊരു എഗ്രിമെന്റ് ഉണ്ട്. എന്തൊക്കെയാ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു 4 തോർത്ത് വേണം, 2 സോപ്പ് വേണം. സോപ്പ് എന്തിനാ? സോപ്പ് ഇട്ടാലേ പട്ടി സ്റ്റേജിൽ കയറുള്ളൂ. അങ്ങനെ എടാ പൂ എടാ കേറാ മോനെ എന്ന് പറഞ്ഞ് അവിടെ സോപ്പ് ഇട്ട് കൊടുക്കാം, എന്നാലേ പട്ടി സ്റ്റേജിൽ കയറുള്ളൂ. പിന്നെ ഒരു കൈസ് സോഡ വേണം. പട്ടി സോഡ കുടിക്കോ? പട്ടി കുടിക്കുകയില്ല, ഞാൻ സോഡ കഴിച്ചേ അടിക്കുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിന്റെ സൈഡിലായിട്ട് ഒരു സർവേ കല്ല് വേണം. അയ്യോ, സർവേ കല്ല് വേണോ? പിന്നെ എന്തിനാ? എന്തിനെന്ന് പറഞ്ഞാൽ നമ്മള് കലാകാരന്മാരാണ് കേറുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു മൂത്രസംഖ്യ ഉണ്ടാകും. പട്ടിക്കും അതുണ്ട്. അവന് കേറുന്നതിന് മുമ്പ് യൂറിനൊന്ന് പാസ് ചെയ്യാം. അതിനൊരു സർവേ കല്ല് അവിടെ മസ്റ്റ് ആയിട്ടും വേണം. സർവേ കല്ല് വേണം. പിന്നെ അവസാനേ അവിടെ വന്നിട്ട് പട്ടി ഷോ കാണിക്കരുത്. അത് എന്നാ വർത്താനായി പറയുന്നത്? പട്ടി ഷോയ്ക്ക് വന്നിട്ട് തന്നെ പട്ടി ഷോ കാണിക്കണ്ടേ? അയ്യോ അതല്ല, പിന്നെ ഏട്ടൻ അവിടെ വന്ന് മദ്യപിച്ചിട്ട് പട്ടി ഷോ കാണിക്കണെന്നാ പറഞ്ഞത്. കിടക്കികളെയും പരിപാടി. അത് മതി. അപ്പൊ ഓക്കെ. നേരത്തെ പറഞ്ഞ ആള് ഇതാ ഞാൻ പറഞ്ഞ ആശാൻ, ആ ഇരുത്തം വന്ന കലാകാരൻ. ആശാനേ, ഓഹോ ഇങ്ങോട്ടാണോ? ആശാന്റെ കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നതാ. അയ്യോ സന്തോഷം സന്തോഷം. ഇരുന്നാട്ടെ. നീ ഒരു ചായ എടുത്തേ. ചായ ഒന്നും വേണ്ട. ചായ വേണ്ടേ? അപ്പൊ ചായ വേണ്ടടി. ആശാന്റെ കച്ചേരി പൊളിയല്ലേ? എന്നെ പൊളിയാന്നോന്നോ? ഞാൻ വേദി കയറിയ പൊളിക്കും ഞാൻ. അയ്യോ അതല്ല, ആശാന്റെ കച്ചേരി തല്ലിപ്പൊളിയാണ് ആ ചേട്ടൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഈ ചേട്ടൻ. അവസാനം ഞാൻ വേറൊരു പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പരിപാടി? അവരുടെ പട്ടി ഷോ ബുക്ക് ചെയ്ത് ഞാൻ. പട്ടി ഷോ ബുക്ക് ചെയ്ത് ഞാൻ. അപ്പൊ ആശാനും കുടുംബമായിട്ട് ആ പട്ടി ഷോ കാണാൻ വന്നേക്കണം കേട്ടോ. എന്നെ ക്ഷണിച്ചിട്ടും പോണു. അപ്പൊ നീയാണല്ലോടാ എന്റെ പരിപാടി എല്ലാം വെട്ടിപ്പിടിക്കണല്ലേ? നിന്റെ പരിപാടി വേണ്ട, എന്റെ പരിപാടി വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്റെ പരിപാടി ഞാൻ കൊടുത്തത്. അതല്ലടാ, എന്റെ പേര് നിന്റെ പട്ടി കിട്ടോണ്ടാണ് ഈ പ്രശ്നം. അതുകൊണ്ടല്ലടാ, നിന്റെ കച്ചേരി കൊള്ളാത്തതാണ് പ്രശ്നം. എന്റെ കച്ചേരി കുറ്റം പറഞ്ഞോണ്ടോ? കച്ചേരി കുറ്റം പറഞ്ഞ എന്നെ എന്നെ ഉണ്ടല്ലോ അങ്ങനാണ് ഞാനും. എന്നെ പഴം ചെയ്യും നീ അശോക, എന്നെ പഴം ചെയ്യും നീ അശോക. തലക്ക് മീതെ ഞാൻ സ്റ്റിച്ചിടും, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എന്നെ കുറ്റം പറഞ്ഞ എന്റെ പട്ടിയെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ട് പട്ടിക്ക് എന്റെ പേരുണ്ട്. താരത്തിനാ ഓടുന്നേ. പോലീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറ് എസ് ഐ അല്ലേ സാറേ? ശരിയാണല്ലോ. ചോദിക്ക്. എന്നാണ് അവിടെ പ്രശ്നം? സാറേ, ഇവൻ ഒറ്റയൊരുത്തം കാരണം എന്റെ പട്ടിക്ക് ഒരു മനസമാധാനവും ഇല്ല. പട്ടിയെ പോലും വെറുതെ അതന്നെ സാറേ, ഇവന്റെ പട്ടിയെ വെച്ച് ബിസിനസ് ചെയ്യുവാ. പട്ടിയുടെ ശരീരം വിറ്റ് ജീവിക്കുന്നോളാം. സാറേ, ഇവന്റെ പട്ടി പട്ടിയാ സാറേ. പട്ടിയോ? പട്ടിയെ കുറ്റം പറയും സാറേ. പട്ടീനെ ഒരിക്കലും നമ്മൾ കുറ്റം പറയരുത്. അതാണ് മനുഷ്യനോടൊപ്പം തുല്യമായിട്ട് നിർത്തേണ്ട ഒരു ജീവിയാണ് പട്ടി. അതാണ്. നിനക്കറിയാവോ, പോലീസ് നായ വരെ പട്ടിയാ. ആണോ? പോലീസ് നായ പട്ടിയാണോ? പിന്നെയല്ലേ. ഞാൻ ആടാന്ന് കരുതി നിൽക്കുകയായിരുന്നു. ഒറ്റ എണ്ണം തന്നാണ്ടല്ലോ. നീ ഒന്ന് മനസ്സിലാക്കണം, എന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. എന്നാ ബുദ്ധിശക്തിയാന്നറിയാമോ? അവനോട് എന്ത് പറഞ്ഞാലും അവൻ അപ്പൊ തന്നെ പോയി മേടിച്ചോണ്ട് വരും. അതാണ്. പോയി മീൻ മേടിച്ചോണ്ട് പോടാന്ന് പറഞ്ഞാൽ അവൻ ഒപ്പം തന്നെ മീൻ മേടിച്ചോണ്ട് വരും. ഒറ്റ മീൻ തിന്നത്തില്ല, അറിയാമോ? ഒരെണ്ണം പോലും തിന്നത്തില്ലേ? ഇല്ലെന്ന്. 10 മീനുണ്ടെങ്കിൽ 9 മീൻ തിന്നും, ഒരെണ്ണം തിന്നത്തില്ല. എന്റെ പേരാണ് അവന്റെ പട്ടി കിട്ടണം. അറിയാം പേര് പട്ടി കിട്ടുന്നോർത്ത് നിനക്കെന്താ കുഴപ്പം? എത്ര നല്ല പേരുകൾ പട്ടി കിട്ടുന്നുണ്ട്. അതെ, എന്താ നിന്റെ പട്ടിയുടെ പേര്? അപ്പു. ഒരു എസ്ഐയുടെ പേരാണ് പട്ടി കിടുന്നേ. സാറിന്റെ പേരെന്താ? അപ്പു. SI അപ്പു. ഉടനെ തന്നെ പട്ടിയുടെ പേര് മാറ്റിക്കണം. ഈ സ്റ്റേഷൻ പരിധിയിൽ അപ്പു എന്ന് പേരുള്ള ഒറ്റ പട്ടി മതി. പെറ്റീഷൻ എഴുതരാം. അപ്പു അപ്പു SI. ஆடல் கலையே தேவன் தந்தது, ஆடல் கலையே தேவன் தந்தது, தேவனின் ஆடலில் தான் ஜீவன் வந்தது,
தேவனின் ஆடலில் தான் ஜீவன் வந்தது ஆடல் கலையே தேவன் தந்தது தேவன் தந்தது ശേഖരൻ സാറേ, ഞാനിവിടെ ദേവാസുരത്തിലെ ഭാനുമതിന്റെ വേഷം കിട്ടി മംഗലശ്ശേരി നീലകണ്ഠനെ കാത്തിരിക്ക. പുള്ളി ഇവിടെ ആട്ടുകൾക്ക് കത്തിക്കാനുള്ള എണ്ണയായിട്ട് ഇപ്പൊ വരും. വന്നാലുടനെ കുത്തിയം കൊന്നേക്കട്ടെ. ഇപ്പോഴേ കൊന്ന കഥ മുന്നോട്ട് പോകണ്ടേ? കൊല്ലുന്നതൊക്കെ അങ്ങ് ക്ലൈമാക്സിൽ, അതും എന്റെ മുന്നിൽ വെച്ച്. പിന്നെ വേറൊരു കാര്യം, നീ വേഷം മാറി വന്ന കൊടും കുറ്റവാളിയാണെന്ന് നീലകണ്ഠൻ ഒരിക്കലും അറിയരുത്. ഏയ്, അതൊരിക്കലും അറിയില്ല. ശരി ശരി, പുള്ളി വരുന്നുണ്ട്. എന്താ ഭാനുമതി? ഭാനുമതി അല്ല, ചന്ദ്രമതി. ഇനി അത് മതി. ഇപ്പോഴും ആ കുട്ടിയുടെ പേര് മനസ്സിന്ന് പോയിട്ടില്ലല്ലേ? ഏയ്, എന്താ ഇത്? മുടിയുടെ നീളം ഇന്നലത്തെക്കാട്ടും കുറച്ച് കുറഞ്ഞുണ്ടല്ലോ. അത് ഇന്നലെ വെച്ച വിഗല്ലേ ഇന്ന് വെച്ചത്? അല്ല, ഞാനിന്ന് അല്പം വെട്ടിന്ന് പറയായിരുന്നു. പിന്നെ വെട്ടും കുത്തും എനിക്കൊരു പുത്തിരി അല്ലല്ലോ. വെട്ടും കുത്തു അല്ല, ഞാൻ ചെലപ്പോ നീട്ടി അങ്ങ് വളർത്തും, ചെലപ്പോ വെട്ടും, അങ്ങനെ ഇങ്ങനെയൊക്കെ. കുട്ടി എന്തൊക്കെ ഈ പറയണേ? അതെ, ഞാൻ എന്തൊക്കെ പറയണേ? ടെൻഷൻ കൊണ്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു പോവാണേ. നാ നൃത്തം തുടങ്ങിയാലോ? എനിക്കിന്ന് വഴിയമ്പലത്തിൽ ഒരു അരങ്ങേറ്റം കൂടി ഉണ്ടേ. അരങ്ങേറ്റം ഒക്കെ ഇവിടെ ഈ മംഗലശ്ശേരി നീലകണ്ഠന്റെ മുന്നില് ആട്ടവിളക്ക് കത്തിക്ക. എണ്ണ അടിച്ച ലീക്കാവും നീ വിളക്കാണോ ആട്ടവിളക്ക്? ഓട്ടവിളക്ക് അങ്ങോട്ട് പറയാ. എന്നാൽ ഓട്ടവിളക്ക് അങ്ങോട്ട് കത്തിക്ക. அன்பு சூழல் இசையமிருதம் நடனம் நீருவே தியாக தீவில் என் வாழ்க்கையே நலமானதே கோபிகாரமண உருவமே மார்பில் உணரൂ അഭിനവ സഭ ഇതിൽ നൊന്തു പാടും இந்த ശ്യാമ കന്യയിൽ കനിയൂ അടിമൈ ഇണകളെ അകത്താരിൽ ഇണയെன்று വരവീണை ഇവളെன்றுം അൻപ് സൂഴൻ ഇസയമുടം. മതി മതി, അസലായിരിക്കണോ? ഞാൻ വീണതോ? അതല്ല, അസലായിരിക്കണോന്ന്. ആവോളം ചിരിച്ചോളൂ. ജയിച്ചു അല്ലേ? ഇല്ല, 3 പ്രാവശ്യം എഴുതി 3 പ്രാവശ്യം തോറ്റ്. അതല്ല, നിങ്ങൾ ഇവിടെ ജയിച്ചു. ഞാൻ ഇവിടെയെങ്കിലും ഒന്ന് ജയിക്കട്ടെ. പക്ഷെ നിങ്ങൾ ഒന്ന് ഓർത്തോളൂ, എന്റെ ഉള്ളിലുമുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. ഓ, അപ്പൊ നീയും തോറ്റിട്ടിരിക്കുവല്ലേ? അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലൊരു മനുഷ്യന്റെ മുൻപിൽ ചെലങ്ക കെട്ടിയാടിയപ്പോൾ കളങ്കപ്പെട്ടത് ദൈവദത്തമായൊരു കലയാണ്. എന്ത്? പുല്ല് തയ്ക്കാനും പറ്റുന്നില്ല. ശ്രമിക്കൂ, ഞാൻ വന്ന് അഴിച്ചു തരണോ? കിട്ടി. ഉള്ളിലൊരു1000 കത്തി കുത്തി കയറുന്ന വേദനയിലും മുള്ളു കുത്തി കയറുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ്. ഇവിടെ ഉപേക്ഷിക്കരുത് എന്നെ, ഇവിടെ ഉപേക്ഷിക്കുകയാണ്. ഭാര്യരൊന്നും വരില്ല. അതല്ല, നീ എറിഞ്ഞ എന്റെ ഭാര്യയല്ലോട്ടാ. ഏയ്, എന്താ ഇത്? കരയുന്ന ഇയാളത്തെ ഒരു കണ്ടിട്ടില്ലേ? കരയുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ണിന്ന് വെള്ളം വരാതെ കരയുന്ന കാണുന്ന ആദ്യമായിട്ടാ. ഏയ്, കരയാതെ. ഞാൻ കരയും. കണ്ണൊക്കെ ചോന്നിരിക്കുന്നത് കണ്ടില്ലേ? കുണ്ടുകളെ കണ്ണു പിന്നെ ചുമന്നല്ലേ ഇരിക്കുക? പണ്ടേ എന്റെ കണ്ണ് ചുമന്നതാണെന്ന്. കുട്ടി എന്താ അസലായിട്ടാ നൃത്താടിയത്. താങ്ക് യു. എത്ര കാലം അഭ്യസിച്ചു? നീണ്ട 6 കൊല്ലം ഞാൻ അകത്തായിരുന്നല്ലോ. അകത്തോ? കലാമണ്ഡലത്തിനകത്തായിരുന്നെന്ന്. 10 ലക്ഷം കിട്ടി വെച്ചാൽ എനിക്ക് തടിയൂരി പുറത്തിറങ്ങാം. 10 ലക്ഷം? കൊറേ നാളത്തെ ഫീസ് അടിക്കാതെ മുടക്കം വന്നിട്ടുണ്ടേ. എന്തിനായിരുന്നു അഭ്യസിച്ചത്? ജീവപര്യന്തം. എന്തിനാ ശിക്ഷിച്ചെന്നല്ല ചോദിച്ചത്, എന്തിനാ അഭ്യസിച്ചതെന്ന് ഞാൻ ചോദിച്ചത്. ഭരതനാട്യം 6 കൊല്ലം, മോഹിനിയാട്ടം 3 കൊല്ലം. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ ഭരതനാട്യതും മോഹിനിയാട്ടിയതൊക്കെ തന്നെയുള്ള ഒപ്പം ചേട്ടാ PG എടുക്കുന്നുണ്ടേ? എന്നെ PG എടുത്തിട്ട് നിനക്കെന്നാ കിട്ടാനാടി? അതല്ലെന്ന്, ഞാൻ ഡാൻസിൽ PG എടുക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. മരമണ്ടൻ. നോ, നീലകണ്ഠൻ. സത്യം പറഞ്ഞ ഇത്രയും കാലം ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളൊരു ഫീൽ ആയിരുന്നു എന്റെ ഉള്ളിന്റെ ഉള്ളിൽ. അതൊക്കെ നമ്മുടെ സെല്ലില് എന്തോരു ജനങ്ങളായിരുന്നു. എന്താ? പറഞ്ഞു. ഇപ്പോ കൂടെ ആരൊക്കെയോ ഉള്ളത് പോലൊരു തോന്നൽ. എന്നെ നിനക്കൊന്നും അറിയില്ല. എന്താ നടരാജ പോസ്? ഒന്നില്ല. നീലകണ്ഠ, മുണ്ടക്കൽ ശേഖരൻ. അതേടാ,
നീ കൈവെട്ടിയെടുത്ത മുണ്ടക്കൽ ശേഖരൻ. അല്ലല്ലടേ, നിന്റെ ഇടത്തെ കൈയാണ് ഞാൻ വെട്ടിയത്. ഇതിപ്പോ വലത്തെ കൈ മുറിഞ്ഞു കിടക്കണ്. എടതാണാ? സോറി ടോ, മൈ മിസ്റ്റേക്ക്. നീലകണ്ഠ. അല്ല, എനിക്ക് ശരിക്കും ഒരു സംശയം. ഞാൻ മറ്റേ കൈ തന്നെ വെട്ടിയത്. ഉറപ്പ് തന്നെ? നീലകണ്ഠ. അല്ല, ഞാൻ ഇനി അടുത്ത കൈയാണ് വെട്ടിയത്. എന്തിനായിരുന്നു ഉറപ്പിച്ചു? ഇങ്ങനെ പിടിച്ചോണ്ട് വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ ഇതൊക്കെ മതി. നീലകണ്ഠ, ശേഖരൻ എന്താ ഈ വഴിക്ക്? ഇതുവഴി വന്നപ്പോ മുട്ടണമെന്നൊരു തോന്നൽ. എന്താ മുട്ടുന്നോ? എനിക്ക് മുട്ടുന്നില്ല. ശേഖരന് മുട്ടുന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ്റത്തേക്ക് പോയാൽ മതി. അവിടെയാ ബാത്റൂം. താങ്ക് യു. നീലകണ്ഠ, നിന്റെ മുന്നിൽ നാണം കെടാൻ വന്നവനല്ല ഞാൻ. സാധാരണ എവിടെയാണ് നാണം കെടാൻ പോവാറ്? അതല്ല നീലകണ്ഠ, തീർന്നു. ശരിയാടെ, ഈ വീട്ടിലെല്ലാം തീർന്ന്. അരി തീർന്ന്, പഞ്ചസാര തീർന്ന്, മുളകോടി തീർന്നു. ഇതൊക്കെ ഇനി കടയിൽ പോയി വാങ്ങണം. അതല്ല, കഥ തീർന്നെന്ന്. കഥ തീർന്നില്ലല്ലോ, പകുതിയായിട്ടല്ലേ ഉള്ളൂ. നിന്റെ കഥ തീർന്നെന്ന്. അതെ, ഇവിടെ ഒരാൾ ഡയലോഗ് ഇല്ലാതെ നിന്ന് പുഴുങ്ങാട്ടോ. ഓ, ഡയലോഗ് തന്നാ കറക്റ്റ് ആയി അഭിനയിക്കും. ശേഖര, നീ പറയടേ. നീലകണ്ഠ, ഈ നിൽക്കുന്നതാരാന്നറിയോ നിനക്ക്? അവിടെ ആരും നിക്കുന്നില്ലല്ലോ. ഈ ഇരിക്കുന്നതാരാന്നറിയോ നിനക്ക്? എടാ, നിനക്കെന്താ പ്രാന്ത? ഇവിടെ ആരും ഇരിക്കുന്നില്ലെന്ന്. ഒരു സ്ഥലത്ത് നിർത്തി അവിടെ തന്നെ നിന്നോണം. നീലകണ്ഠ, ഒന്നും രണ്ടുമല്ല, 10 ലക്ഷം രൂപ ജയിലിൽ കെട്ടിവെച്ചിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ ഇറക്കിയതാ ഇവളെ, ഈ കൊടും കുറ്റവാളിയെ. ശേഖര, എന്നെ കൊല്ലരുത് പ്ലീസ്, എന്നെ കൊല്ലല്ലേ. ഇല്ല, ഞാൻ കൊല്ലില്ല, പക്ഷെ ഇവള് കൊല്ലും. ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കുന്നവളാ ഇവള്. ഞാൻ ഓടാൻ പറഞ്ഞാൽ ഇവൾ ഓടും, ഞാൻ ചാടാൻ പറഞ്ഞാൽ ഇവള് ചാടും, ഞാൻ നിക്കാൻ പറഞ്ഞാൽ ഇവള് നിക്ക്. നീലകണ്ഠ, ഈ ഭൂമിയിലെ നിന്റെ ആയുസ് അവസാനിച്ചടാ. വേണ്ട, എന്നെ കൊല്ലല്ലേ. ഇല്ല നീലകണ്ഠ, ഇല്ല. പിടി. വേണ്ട. കത്തിക്ക് മൂർച്ച കൂട്ട്. ചെല്ലേ കേട്ട്. അയ്യോ, അവന്റെ പള്ളക്ക് ഏറ്റപ്പോ സ്വന്തം പള്ളക്കാണോട് കേട്ടത്. അയ്യോ, ഇവള് ചത്ത കേസിന് ഞാൻ ജയിലിൽ പോകേണ്ടി വരുമല്ലോ. അമ്മേ നീലകണ്ഠ. നീ പറയുന്നതൊക്കെ അതേപോലെ അനുസരിക്കുന്നവളായിരുന്നല്ലേ അവള്? അതെ. നീ എത്ര ലക്ഷം രൂപ കൊടുത്ത് അവളെ ഇറക്കി? 10 ലക്ഷം. 10 ലക്ഷം കൊടുക്കുന്നതിന് പകരം 10 പൈസയുടെ ബുദ്ധി ഉള്ളൊരുത്തീനെ ഇറക്കിക്കൂടായിരുന്നോടാ? നീലകണ്ഠ. നീല കണ്ടില്ല, ചോര കണ്ട്. ഇങ്ങോട്ട് ഇന്നത്തോടെ ആ മ്യൂസിക് വെറുത്ത് ഞാൻ വന്നു. എന്നെ എന്ത് വേണം? നീ മിണ്ടണ്ട. എടാ, ആരാടാ നമ്മുടെ പുതിയ അളിയൻ? മാധവേട്ടൻ. ഹായ് മാധവേട്ടാ, വെൽക്കം. Where are you from? പാലക്കാട്. ഓ, പാലക്കാട്. എന്റെ അമ്മ, നിന്റെ സൗണ്ട് ഒന്നുകൂടെ പറഞ്ഞേ. പാലക്കാട്. ഓക്കെ. നേരത്തെ ബാസ് കിട്ടപ്പോ ഞാൻ വിചാരിച്ചു പാലക്കാടുകാരനായ മാധവ. എന്നാ ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ 9ാം ക്ലാസ്സിൽ. 9ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ് നമുക്ക് തോക്കണം. എല്ലാരും പറയുന്നത് ജയിക്കണം എന്ന്. ഇപ്പൊ നിനക്ക് ഒരു ആവേശമായില്ലേ, ഞാൻ തോക്കണം എന്ന് പറഞ്ഞോണ്ട് ജയിച്ച് കാണിക്കണം എന്ന്. അങ്ങനെ അതാണ് സൈക്കോളജി, റിവേഴ്സ് സൈക്കോളജി എന്ന് പറയും. മാമന്മാരോട് നമുക്ക് ചോദിച്ചാലോ കാര്യങ്ങളൊക്കെ? ഏത് മാമനോട് ചോദിക്കണം? മണിക്കൂട്ടൻ ചേട്ടൻ. എന്താടാ അങ്ങനെ പറഞ്ഞ? നീ അങ്ങനെ ആ പേരിലെ കുട്ടിത്വമാണ് അവർക്ക് ഇഷ്ടം. എന്നാ പറഞ്ഞോളൂ കുട്ടിച്ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരം മക്കളെ. ഈ പറയുന്ന പോലെ ഈ സിനിമയുടെ നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഈ സിനിമയുടെ സ്പൂഫ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട കാര്യം. ലവ് ഇറ്റ്. ഉമ്മ കൊച്ചു എടുത്തു കേട്ടോ. ചേട്ടാ, ഇവരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ? മോളൂട്ടി ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഡാൻസ് ഞാൻ ഇപ്പൊ 11 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. അതാണ് ആ ചെറിയ സമയത്ത് തന്നെ തന്റെ ഡാൻസിലുള്ള കഴിവ് നല്ല ഭംഗിയായിട്ട് മോള് കാണിച്ചു. താങ്ക് യു. സിയോന നമ്മുടെ കൂടെ ഇതിനു മുമ്പ് സ്കിറ്റിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ കൗണ്ടർ മണി സ്കിറ്റിലുണ്ടായിരുന്നു. വെൽക്കം ബാക്ക് കളിയാ. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ് ഒക്കെ? ഭയങ്കര രസമുള്ളായിരുന്നു. പിന്നെ മോളുടെ പെർഫോമൻസ് എടുത്ത് പറയണ്ട കേട്ടോ, ഗംഭീരമായിരുന്നു. ഡാൻസ് കളിച്ചതും എല്ലാം നല്ല രസമായിരുന്നു. മാധവ, വെൽക്കം ടു ദ ഫ്ലോർ. നിന്റെ ബാല്യത്തിൽ നിന്ന് നീ പിന്നെ കൗമാരത്തിലേക്ക് കിടക്കണതിന്റെ ഒരു പ്രത്യേക ശബ്ദം നിനക്കുണ്ട്. കൗമാര ശബ്ദ കഥാപാത്രം തന്നെ പുള്ളി എടുത്തു അല്ലേ? ശ്രീദേവ, നീ ഇങ്ങനെ വെറുതെ നിന്നിട്ട് ലാലേട്ടനെ എടുക്കൂലേ? അത് ഭയങ്കര രസമായിരുന്നു. ചെയ്തു അത് ചുമ്മാ ഇങ്ങനെ നിന്നിട്ട് ഒന്ന് കാണിച്ചത്. ഞാൻ മാറി തരണോടാ, എന്നെ പറ്റുന്നില്ലേ? ചേച്ചിനെ നോക്കിയാലേ കറക്റ്റ് വരൂ. എന്ത് ചെയ്യാനാ? ഞങ്ങൾക്കൊക്കെ പോവാ ചെയ്യണത് വെറുതെ.
ഒരു നടപ്പ് come on. ഒരു നടപ്പ് മീശ വിരിയടാ അധികം പിടിച്ചു കഴിഞ്ഞാൽ വിഗൂരി പോരും. എനിക്ക് എന്റെ ചെറുപ്പകാലം കലക്കി ഉഗ്രനായിരുന്നു. അതിന്റെ ചെറുപ്പകാലം ഓർമ്മ വരാനുള്ള കാരണം അല്ല എന്നാ? ഞാനും ഇതേപോലെ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ സമയത്ത്. ഇവരൊക്കെ അച്ഛനെ മോനും പോലെ ഉണ്ട് കേട്ടോ. ബ്ലാക്കും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ബ്ലാക്ക് ഇട്ടൊക്കെ അച്ഛനും മോനും അല്ല ഈ ഞാൻ പറഞ്ഞ ആ ലുക്ക് എല്ലാം ആ തായ്ലാന്റിൽ പോയി വന്നതിന്റെ ഒരു ക്ഷീണം hangover ആണ് ഇതെല്ലാം. ഒന്ന് പോവാൻ പറ്റില്ലടാ യാത്ര അല്ലേ? ഞങ്ങളെ കൊണ്ടുപോയില്ലല്ലോ. അയ്യോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രേക്ക് എടുക്കാം, എന്നിട്ട് കഥകളിലേക്കൊക്കെ കിടക്കാതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടോ നമുക്കിപ്പൊ കാണാൻ പറ്റിയേ? ഞാൻ വേണമെങ്കിൽ പാട്ട് പാടാം. ശരി, എന്നാ അച്ഛന് വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കുമ്പോനെ. അച്ഛന് വേണ്ടിട്ടോ? അച്ഛന് വേണ്ടിട്ട്. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴാരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴാരും തുടച്ചില്ല. ചന്ദന പൊൻചിതയിൽ എന്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരു തേങ്ങിപ്പറക്കുന്നത് അമ്പലപ്രാവുകളോ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾ കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. എടാ കണ്ണട വെച്ചിരിക്കുകയാണെന്നേ ഉള്ളൂ, കരയാണിരുന്നു. ഞാൻ ഇവിടെ ചന്ദന പൊൻചിതയിൽ എരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഭയങ്കര ഫീൽ ഉണ്ട്. അടിപൊളിയായിട്ടാ, സൂപ്പർ. വീട്ടിൽ വേറെ ആരെങ്കിലും പാടുവോ? എന്റെ വീട്ടിൽ അമ്മ പാടും. ഇതിലിപ്പോ അങ്കോവാങ്ങം പാടിയില്ലേ? അതെന്റെ അമ്മയെ പാടി. എടാ പോടാ, കാര്യം അമ്മയുടെ പേരെന്താ? ശൈലജ. അതെ, നമ്മുടെ ഇപ്പൊ സ്കിറ്റില് മോള് ഡാൻസ് കളിച്ച പാട്ട് പാടിയിരിക്കുന്നത് ഇവന്റെ അമ്മയാന്ന്. എന്താണ് ഒരു ഡാർക്ക് സീനാണല്ലോ. ഞാനൊരു അനാഥനാണ്. അച്ഛനമ്മ ഇല്ലേ? അച്ഛനും അമ്മയുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങള് കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്. ചേട്ടൻ 2 കല്യാണം കഴിച്ച് അതിൽ 4 മക്കളുണ്ട്. പിന്നെ എങ്ങനെ അനാഥനാവുന്നത്? അല്ല, ഞാൻ 42 വയസ്സായാലും കല്യാണം കഴിക്കാത്ത ഒരു അനാഥനാണ്. സിംഗിൾ പസംഗ. മണിക്കുട്ടൻ ചേട്ടൻ ചിലപ്പോ എന്റെ വിഷമമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. എനിക്ക് 42 ആയിട്ടില്ല. അല്ല, എനിക്ക് 42 ആയി, അതുകൊണ്ടാണ്. കാരണം ഈ സിംഗിൾ പസംഗ അനുഭവിക്കുന്ന വേദനകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, നിങ്ങൾക്ക് ചിരിയായിരിക്കും. കാര്യം രാവിലെ എണീക്കുമ്പോ എടിച്ചോട കുട്ട, ഗുഡ് മോർണിംഗ് മുത്തേ, ഫുഡിയോ എല്ലാം പോയിട്ട് രാത്രി എന്താണ് ഇട്ട് കിടക്കുന്നത്, ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ടറിയാവോ? പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ശാപമാണ്, എനിക്ക് കിട്ടിയ ശാപം. എന്ത് ശാപ? ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 20 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കല്യാണം കഴിക്കണമെന്നുള്ള മോഹം എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ മോഹം വന്നപ്പോൾ ഞാൻ നേരെ ഒരു പക്ഷിശാസ്ത്രജ്ഞന്റെ അടുത്ത് എന്നിട്ട് ചീട്ടെടുത്ത് നോക്കിയപ്പം തവള. അങ്ങനെയൊക്കെ ഉണ്ടതില്? ചീട്ടിൽ ഇതുവരെ തവളെ കണ്ടിട്ടില്ലല്ലോ. തവള എന്ന് പറഞ്ഞ സംഭവം എനിക്ക് തവള ശാപമാണെന്ന്. തവള ശാപം അതെന്താണ്? എന്റെ പെങ്ങള് പഠിക്കുന്ന സമയത്ത് എന്തോ സർജറി ചെയ്തെന്തോ പഠിക്കാനുള്ള ഒരു സംഭവം ഇല്ലേ, അതിനുവേണ്ടി ഞാനൊരു തവളയെ പിടിച്ച് അവക്കൊണ്ട് കൊടുത്തു. പ്രണയബദ്ധരായിരുന്ന 2 തവളകൾ തമ്മിൽ ഇരുന്ന സമയത്താണ് അതിൽ നിന്നൊരു തവളയെ ഞാൻ പിടിച്ചുകൊണ്ട് പോയത്. ആ ശാപം എനിക്ക് കിട്ടി. അങ്ങനെ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, 101 തവളകളെ പിടിച്ച് ഈ ശാപം മാറിയാലേ എന്റെ കല്യാണം നടക്കുള്ളൂ. എന്താണ് അവസ്ഥ? എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ 101 തവളകളെ പിടിച്ച് ഞാൻ എന്റെ ശാപം മാറി വന്നപ്പോ എനിക്ക് 42 വയസ്സായി. അതാണ് വിഷയം. എനിക്കൊരു വേറൊരു അബദ്ധം കൂടെ ഈ ശാപത്തിനിടെ പറ്റി. അതായത് സ്നേഹിക്കുന്ന പെണ്ണിന്റെ ആദ്യത്തെ അക്ഷരം ഞാൻ സ്റ്റാച്ചു അടിച്ചു വെക്കും. അങ്ങനെ ടാറ്റു അടിച്ചടിച്ച് വെച്ചു. ഇപ്പൊ ഇതാ അവസ്ഥ. എന്താ ഒരു മിനിറ്റ്, ഒന്നുകൂടെ കാണിച്ചേ.
എലീനാന്നോ? എന്ത് സംഭവം എന്താണ്? അല്ല ഇതെങ്ങനെ സംഭവിച്ചെന്താ? അതായത് ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത് എലിസബത്ത്, രണ്ടാമത്തെ ലെന, മൂന്നാമത്തെ ഇന്ദു, നാൻസി, അശ്വതി എല്ലാം കൂടി ചേർന്ന് ഇപ്പൊ ടാറ്റു അടിച്ചു വന്നപ്പോ എലീനെന്നാ. ഇപ്പൊ ജോത്സ്യം പറഞ്ഞേക്കുന്ന ഇതെല്ലാം ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളോട് ദ്രോഹം ചെയ്യുന്നതിനേക്കാളും ഈ കുട്ടി എവിടെയുണ്ടോ അവളെ കല്യാണം കഴിച്ച് ദ്രോഹം ചെയ്യാം, അല്ലല്ല കല്യാണം കഴിച്ച് അവളോടൊത്ത് ജീവിക്കാനാണ് ജോത്സ്യം പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനാണ് വന്നത്. ഓക്കെയാണ്, നല്ല എല്ലാവരും കൂടി പറഞ്ഞൊന്ന് സമ്മതിപ്പിച്ചു തരാം. നല്ല selection അല്ലേ ഏട്ടാ? അല്ലേ, അവന്റെ ജീവിതം തീരുമാനമാക്കാനുള്ള എല്ലാ അല്ലേ? ഒട്ടും തന്നെ മ്യൂസിക് പ്രണയം പറ്റില്ല. ഇവിടെ നിൽക്ക് മനുഷ്യ ചേട്ടാ, ഇതിപ്പോ പല പെണ്ണുങ്ങളുടെ പേര് എഴുതിയല്ലേ ഇത് വന്നത്? അല്ല അങ്ങനെ എഴുതിയതാണെങ്കിൽ എന്റെ മനസ്സിൽ ഇതങ്ങ് പതിഞ്ഞു പോയി ചേട്ടാ. ഒന്ന് പറയട്ടെ, എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? 42 വയസ്സായി, ഇതുവരെ കിട്ടിയില്ല. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ ആരെങ്കിലും തപ്പി പിടിച്ച് തരാം. എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ നിങ്ങളെ കെട്ടണം എന്നാണോ? ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്. അതെനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അത് എനിക്ക് പ്രശ്നമാണ്. അല്ല പുള്ളിയുടെ കൈ പോലും ഇങ്ങനെ ഇല്ല കേട്ടോ, ഇല്ല, രോഹിത്തിന്റെ കയ്യിലുണ്ടോ? ഫോണിൽ പോലും സേവ് ചെയ്തിട്ടില്ല. അത് നടക്കത്തില്ല. രോഹിത്തിന്റെ വീട്ടുകാരൊക്കെ ഇത് ഷോ കാണുന്നതാണ്. അവരെന്ത് വിചാരിക്കും? അവര് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കും. അല്ല, അങ്ങനെ അവരെന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ എലീനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതാണ് ഒരു ഭാര്യയുടെ കടമ. എന്നും അങ്ങനെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഇങ്ങനെ റോത്ത് എടുത്ത് പോയി പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അത് മറന്നേക്കത് അങ്ങനെ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടാണ് എലീന പുള്ളിനെ സ്വീകരിക്കാത്തത്? ഞാൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരാളാണ്. പ്രശ്നമില്ലെന്ന് പറഞ്ഞല്ലോ ഞാൻ. ഞാനപ്പോ എന്താ റോഹിത്തിന്റെ അടുത്ത് പോയിട്ട് റോഹിത്ത് എന്നെ ഒരാൾ ടാറ്റു ചെയ്ത് വന്നോണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോവാന്ന് പറയാൻ പറ്റുമോ? അല്ല, രോഹിത് പേര് എഴുതിയിട്ടില്ലല്ലോ. അതൊരു റീസൺ ആണോ? അല്ല, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്താണ് എലീനെ കൊടുക്കുന്ന ഓഫർ? ഞാൻ ഏറ്റവും വലിയൊരു ഓഫറാണ് ഞാൻ എലീനയ്ക്ക് തരാൻ പോകുന്നത്. അതായത് എന്താണെന്നുള്ളത്, അതായത് വണ്ടിത്തടം പഞ്ചായത്തിൽ ഇറങ്ങി തിരക്കി നോക്കണം. കോഴി സുഗുവിന്റെ മകന്റെ വീട് എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു തരും. ഫാമിലി അന്തസ്സായ വീട്. ആ പഞ്ചായത്ത് ഇത്രയും അന്തസ്സുള്ള ഒരു വീട് അല്ല. ഇവിടെ വന്ന് കിടന്ന് ഷോർട്ട് ബ്രേക്ക്, സ്വാഗതം, ആവശ്യമില്ലാത്ത കയ്യടി, ചിരി ഒന്നും വേണ്ട. രാവിലെ ഞാൻ എന്ത് ജോലിക്കും പോയി ഞാൻ ജോലിക്ക് പൊക്കോളാം. കിട്ടുന്നത് ഉണ്ടാക്കി നമ്മളെ പിള്ളേരുമായിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ പ്ലീസ്. തറവാട് കൊണ്ടും എല്ലാം കൊണ്ടും ഇതൊരു നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നി. ഒരിക്കലും ഇല്ല. അത് പോട്ടെ, അതൊരു ഇതിന്റെ ഒരു ഭാഗമായിട്ട് തമാശ രീതി. തമാശയല്ല എനിക്ക് തമാശയല്ല. എനിക്ക് അച്ഛന്റെ പേരെന്താ പറഞ്ഞ? പിന്നെ കോഴി ആ കല്യാണം കഴിക്കുന്ന പെണ്ണിന് ആ ടൈറ്റിൽ കിട്ടും. കോഴി എലീന. ഭയങ്കര നല്ല. രണ്ടുപേരും ഒരുമിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു വിടും. അതുകൊണ്ട് വേണ്ട. വളരെയധികം സന്തോഷം. പരിചയപ്പെട്ടതിൽ കൈകൾ ഇറക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതങ്ങ് എടുത്ത് കളയുകയാണ്. വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വിടൂ. ഓക്കെ, ഓഫറുമായിട്ട് വന്നതാണ്. അപ്പൊ എന്നെ പറഞ്ഞു വിടുവാണല്ലേ? അതെ. പിന്നീട് വിഷമിക്കരുതെന്ന് പറയണം. തിരിച്ച് വിളിച്ചാൽ ഞാൻ വരൂല. ഇല്ല, തിരിച്ച് വിളിക്കരുത്, ഞാൻ വരില്ല. ഇല്ലല്ലോ. നമുക്കൊരു സംഘടന തുടങ്ങാം. ഓക്കെ. അപ്പൊ എന്തായാലും എനിക്ക് വിളിച്ച് ഇവിടെ ഇല്ല, അവിടെ വെറുതെ BGM അറിയാണ്ട് കയറി വന്നതാ. BGM വെട്ടും തേക്കണം. ഒരു 3 വർഷം ബാക്ക് ഒക്കെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ചേട്ടൻ വരുന്നെങ്കിൽ, അല്ലെങ്കിൽ 7 വർഷം ബാക്ക് ലൈൻ അടിക്കുന്നതിന് മുമ്പാ വന്നിരുന്നെങ്കിൽ ഒരു വർഷം ഞാൻ പിന്നെ നോക്കിയേനെ. ആ സമയത്ത് തവളെ പിടിക്കാൻ നടന്നു. അതെ, തവളെ മാറ്റി വല്ല അവളെയും പിടിക്കാൻ പോയിരുന്നെങ്കിലും ശരിയെന്നു. തവളെ മാറ്റി വല്ല അവളെയും പിടിക്കാൻ പോയിരുന്നെങ്കിലും. അപ്പൊ നമുക്ക് അത് ശരിയാണ്. എന്റെ പഞ്ചോടെ നമുക്ക് പഞ്ച് ഡയലോഗിനെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അവളെ പിടിച്ച് നടക്കുന്നതിന് പകരം അവളെ പോയി പിടിയണം. സോറി. പൊക്കോ. ഓഫറുമായിട്ട് നിൽക്കാവുള്ളൂ. വേഗം പറ, എന്താ നിന്ന് പുഴുങ്ങാണ്ട് വേഗം പറ. പഞ്ച് പോണ് പോയിക്കോ. അപ്പൊ ബൈ ഗൈസ്, നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബോയ്സ്, ഗുഡ് നൈറ്റ്. ഹലോ മിസ്റ്റർ, ഞാൻ ഹീൽസ് ഇട്ടിരിക്കുകയാണ്. വിടാൻ. ഇല്ല.